ഫ്യൂച്ചേഴ്സ് വണ്ടർ ഫിൽംസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്യൂച്ചേഴ്സിലേക്ക് ആൾക്കാർ നോർമലി സ്വിച്ച് ചെയ്യുന്നത്. ഈവൻ മോസ്റ്റ്ലി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ICTയുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൽ ICT ഇടയ്ക്ക് പറയാറുണ്ട്, മൈക്കിൾ ഇടയ്ക്ക് പറയാറുള്ളൊരു കാര്യമാണ് എന്താണ് ഈ ട്രേഡിങ് ഓൺ ഫ്യൂച്ചേഴ്സ് ഫോറക്സ് ചെയ്യുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഒരു ഫോറക്സിൽ മെച്ചൂർ ആവുന്ന ഒരാൾ പതിയെ ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ആവുന്നതിൻ്റെ റീസൺ എന്തായിരിക്കാം, ഇതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിലോട്ട് വരണോ, നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഫോറക്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ. പിന്നെ ഇതിൻ്റെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, ഫോറക്സിനും ഫ്യൂച്ചേഴ്സിനും കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ഫണ്ട് അക്കൗണ്ട്സിനെ പറ്റി പറയാം. ഒരിക്കലും ഒരു സജഷൻ അല്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി ഫോറക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഫണ്ട് ഫിൽംസിൽ നമുക്ക് കുറേ കൂടെയൊക്കെ റൂൾസ് ഉണ്ട്. അപ്പം അത് ഒരു ബിഗിനർ പെട്ടെന്ന് വന്നിട്ട് അത് എടുക്കുമ്പോൾ കുറേ കൂടെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊന്ന് അവെയർ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി എന്താണ് ഫ്യൂച്ചേഴ്സ്, എന്താണ് ഫോറക്സ്, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അതിനെപ്പറ്റിയെല്ലാം ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ട്രേഡർക്ക് മെയിൻലി ഫീൽ ചെയ്യുന്ന കുറച്ച് ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കുറച്ച് ബെനിഫിറ്റ്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കോൺഷ്യസ് ആവേണ്ട കുറച്ചേറെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എനിക്ക് ഫീൽ ചെയ്തെന്ന് പറയുന്നത് പ്രൈസ് ഡെലിവറി ഇറ്റ്സെൽഫാണ്. പ്രൈസ് ഡെലിവറി കുറേ കൂടെയൊക്കെ ഒരു പ്രിസൈസ്ഡ് ഫോമിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ ഡയറക്റ്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്ന ആളാണ്. അവൻ ഫോറക്സ് ട്രേഡ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്ന ആൾ. ICT വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫസ്റ്റ് ടൈമൊക്കെ ട്രേഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഡയറക്റ്റ് അവൻ ട്രേഡ് ചെയ്യായിരുന്നു പറയുമ്പോൾ ഞങ്ങൾ ആ ഒരു സ്റ്റഡി ടൈമിൽ ഒരുമിച്ച് ഞങ്ങൾ ഡീപ്പായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ ഫ്യൂച്ചേഴ്സാണ് മെയിൻലി ചെയ്യുന്നത്. അവൻ ഡസൻ മാറ്റർ ഞങ്ങൾ ഏതാണ്, ഞങ്ങളുടെ സെയിം ഒരു രീതിയിലാണ് ഞങ്ങൾ. ബിക്കോസ് പ്രൈസ് ആക്ഷൻ അല്ലെ പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം അവൻ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആയിരുന്നു, ഞാൻ ചെയ്യുന്നത് ഫോറക്സ് ആയിരുന്നു അറ്റ് ദാറ്റ് മൊമെൻറ്റ്. സോ ആ സമയത്ത് അവനൊരു മൾട്ടിപ്പിൾ ലോസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിടാ നീ എന്നൊന്ന് ഫോറക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആ സമയത്ത് അവൻ ഫ്യൂച്ചേഴ്സിൽ നിന്ന് ഫോറക്സിലേക്ക് വന്ന സമയത്ത് അവന് ഒട്ടും ട്രേഡബിൾ അല്ല എന്നാണ് പറഞ്ഞത്. കാര്യം ആ പ്രൈസ് ഡെലിവറി ഒട്ടും അക്സെപ്റ്റബിൾ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതുകൊണ്ട് ഫ്യൂച്ചേഴ്സ് ട്രൈ ചെയ്ത് നോക്കി. ആ ഒരു സമയത്താണ് ആക്ച്വലി അവൻ കാരണമാണ് ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുന്നത് തന്നെ. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തി. ഞാൻ ഒരു അക്കൗണ്ട് എടുത്തു, ഒരു MFFൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു. ആ ചലഞ്ച് പാസ്സായി. ഓക്കെ, മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഡെലിവറിയാണ്. ഞാൻ മെയിനായിട്ട് അത് പറയണം. അതായത് ഇപ്പോൾ ഫോറക്സിൽ ഇപ്പം EURUSD ആണ് ഞാൻ ട്രേഡ് ചെയ്യുന്ന പെയർ ഫോറക്സിൽ. അതിൽ ഞാൻ കാണുന്ന ഒരു ക്യാരക്ടർ, പ്രൈസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിവേഴ്സൽ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കും. റിവേഴ്സലിനുള്ളൊരു ഇതാണ് വിചാരിക്കും, കണ്ടിന്യൂഷൻ അല്ല റിവേഴ്സൽ. അപ്പോൾ നോർമലി നമുക്ക് കാണേണ്ടത് ഒരു 2022 എൻട്രി മോഡലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രെച്ച് ഷിഫ്റ്റ് കിട്ടി ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സംടൈംസ് കറൻസി പെയറിൽ എഗെയിൻ ഒരു മാനിപ്പുലേഷനോട് നടക്കാം. ഇത് ഹെവിലി ആയിട്ട് എനിക്ക് ഗോൾഡിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഗോൾഡ് ചെയ്യാത്തതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ട്രേഡിങ് അസറ്റിനും ഓരോരോ ക്യാരക്ടറുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ EURUSD ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ക്യാരക്ടർ നല്ലപോലെ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പം ഏതെങ്കിലും ഒരൊറ്റ പെയർ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനൊരു അഡീഷണൽ ടിപ്പിനകത്ത് പറഞ്ഞത്, ഒരൊറ്റ പെയർ പ്രിലോങ് കുറേ നാൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വഴി കുറേ കൂടെയൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ കുറേ കൂടെയൊക്കെ ക്ലീൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ പറ്റും. ഈവൻ നിങ്ങൾ ഏത് സെറ്റപ്പ് ട്രേഡ് ചെയ്താലും, ഇപ്പോൾ സപ്പോർട്ടർ റെസിസ്റ്റൻസ് ആണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന പോലെയല്ല ഫോറക്സിൽ വന്ന് ട്രേഡ് ചെയ്യുന്നത്. രണ്ടും ലിക്വിഡിറ്റിയുടെ ഡിഫറൻസ് ഉണ്ടാവും. സോ അതൊരു ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞറിഞ്ഞ് വേറെ ടോപ്പിക്കിലേക്ക് പോകുന്നു, സോറി. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈസ് ഡെലിവറിയുടെ ഡിഫറൻസ് നല്ല രീതിയിൽ തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നപ്പോൾ കാണാൻ കഴിയും. അതായത്
ഒരു നമ്മുടെ ടൈമിൽ നടക്കുന്ന ഒരു സംഭവമില്ലേ, അത് പക്ക പെർഫെക്റ്റ് ആയിരിക്കും ആ ഒരു സമയത്ത്. അങ്ങനെ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അന്നത്തെ പിന്നെ ദിവസം ട്രേഡ് നോക്കണ്ട. കാര്യം അന്ന് ഒരു ഡീസൻറ്റ് ഡെലിവറി അല്ലായിരിക്കും. ആ ടൈം ആൻഡ് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു അല്ലെ ആ ടൈം ആൻഡ് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനോട് അത്രത്തോളം നീതി പുലർത്തുന്ന ഒരു മാർക്കറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് US സ്റ്റോക്ക് മാർക്കറ്റാണ്, ഫ്യൂച്ചേഴ്സാണ്. എസ്പെഷ്യലി നാസ്ഡാക്ക്. S&P ഞാൻ ഇതിനകത്ത് തന്നെ ഇപ്പോൾ S&P ഞാൻ അധികം നോക്കാറില്ല. ഞാൻ SMT നോക്കാൻ വേണ്ടി മാത്രമേ S&P നോക്കാറുള്ളൂ. അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. സോ ഓക്കെ. പിന്നെ മെയിനായിട്ട് അടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഫോറക്സിൽ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഫോറക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുക. ഫോറക്സിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് തുടക്ക സമയത്ത് നമുക്ക് ഇത്ര നാളിനുള്ളിൽ ചലഞ്ച് പാസ്സാകണം എന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, അൺലിമിറ്റഡ് ടൈമാണ്. ഫ്യൂച്ചേഴ്സിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു 1 മന്താണ്, ഇൻക്ലൂഡിങ് സൺഡേ സാറ്റർഡേ 1 മന്താണ് നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ള ടൈം കിട്ടുന്നത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചലഞ്ച് പാസ്സാക്കണം. അതൊന്നാമത്തെ കാര്യം. അത് ഈ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യം ആൾക്കാർ അയ്യോ ഏറ്റവും സീനാന്ന് പറയുന്ന കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഫോറക്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഒരു സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ സിമ്പിളായിട്ടൊരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് എടുക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ ലോസ് ആവും അല്ലെ പാസ്സാകും. കാര്യം അത്രത്തോളം ക്ലീൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 1 മന്തിൻ്റെ ആവശ്യമില്ല. ഒരു സിസ്റ്റമാറ്റിക് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഫോറക്സിൽ ഞാൻ പറഞ്ഞ സെറ്റപ്പ് ഒന്നും മാറ്റണ്ട. നിങ്ങൾ ഇനി ഏത് സെറ്റപ്പ് നിങ്ങൾ ചെയ്യുന്ന സെറ്റപ്പ് തന്നെ ഇതിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫോർവേഡ് ടെസ്റ്റും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിൻ റേറ്റ്, നിങ്ങൾക്ക് ഓൾറെഡി ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടൻ വിൻ റേറ്റ് ഉണ്ടല്ലോ, അത് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം. കിട്ടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാം, ട്രേഡബിൾ ആണ്. ഓക്കെ. അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഡസൻറ്റ് മാറ്റർ, നിങ്ങളത് ചിന്തിക്കുക പോലും വേണ്ട. നിങ്ങൾക്കൊരു ഇനിഷ്യൽ പേയ്മെൻറ്റ് ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലത് ആക്ടിവേഷൻ ഫീ ഉള്ളതുണ്ട്, ആക്ടിവേഷൻ ഫീ ഇല്ലാത്തതുണ്ട്. അതിനെപ്പറ്റി ഞാൻ വഴിയേ പറയാം. അപ്പം വൺസ് നിങ്ങൾ ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചലഞ്ച് പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അവിടെ എൻഡ് ആവും. സോ നിങ്ങൾ എന്ത് ചെയ്താൽ അത് റിന്യൂ ചെയ്യണം. അങ്ങനെയാണ് ആക്ച്വലി ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബ് പ്രീമിയം ഒക്കെ എടുക്കത്തില്ല, അതേപോലെ. അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റായി കട്ടായി പോകും. എനിക്ക് അങ്ങനെ ഒരു സിനാരി ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ലാസ്റ്റ് ടൈം ഒരു 3 വീക്സ് ബിഫോർ, ഒരു 2 വീക്സ് ബിഫോർ ഒരു ഞാൻ എടുത്ത ഫണ്ടഡ് അക്കൗണ്ട് ബ്ലോ അപ്പ് ആയത് ആ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അത് എനിക്കിന് റീസെറ്റ് ചെയ്യണം. ഞാൻ ഓട്ടോമാറ്റിക് റീസെറ്റ് ആയിരിക്കും മേ ബി അതാവുള്ളത്. എനിക്കൊന്ന് 27-ാം തീയതി 28-ാം തീയതി കണ്ട ചിലപ്പോൾ അത് റീസെറ്റ് ആവും തന്നെ. എനിക്കറിയത്തില്ല പ്രൊസീജിയർ എങ്ങനെ നോക്കിയതിന് ശേഷം എനിക്ക് DM ചെയ്താൽ മതി, ഞാനത് പറഞ്ഞുതരാം. അപ്പം വൺസ് നിങ്ങൾ ആ ചലഞ്ച് പാസ്സാകുക എന്നുള്ളതാണ് വിത്തിൻ ആ ഒരു ഡേയ്സിനുള്ളിൽ. ഇതിനകത്ത് മെയിൻലി ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരൊറ്റ ഫേസ് മാത്രമേ ഉള്ളൂ. ഫോറക്സിന് വിട്ട് 2 ഫോറക്സിൽ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ സിംഗിൾ ഫേസ് അക്കൗണ്ടൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു മിനിമം ട്രേഡിംഗ് ടൈപ്പ് ഇല്ല, അല്ലേ എന്താണ് നമ്മുടെ ഇവാലുവേഷൻ ഫേസിലില്ല. നമ്മൾ ഇവാൽ എന്നാണ് പറയുന്നത്. ഇവാലുവേഷൻ അക്കൗണ്ടിനെ ഇവാൽ എന്നാണ് വിളിക്കാറുള്ളത് മെയിൻലി. ഓക്കെ. അപ്പം ഇത് ഓരോ അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഓരോരോ ഫണ്ടഡ് അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോരോ ഇത് പറയും. ഇപ്പം ടോപ്പ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഇവാലുവേഷൻ അക്കൗണ്ടിനെ അവർ കമ്പൈൻ അക്കൗണ്ട് എന്നാണ് വിളിക്കാറുള്ളത്. മറ്റേതിനെ നമ്മൾ ഇവാൽ എന്നാണ് MFF എന്ന് വിളിക്കാറുള്ളത്. പിന്നെ ലൈവ് അക്കൗണ്ടിനെ എക്സ്പ്രസ് എന്ന് വിളിക്കും, മറ്റേന്ന് സിം അക്കൗണ്ട് എന്ന് വിളിക്കും, സിമുലേറ്റഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം ഇതാണ് മെയിൻലി ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഫ്യൂച്ചേഴ്സ് ഫണ്ടഡ് ഫിംസിനെ നോക്കുമ്പോൾ നമുക്ക് മെയിൻലി കാണാൻ കഴിയുന്നത്, അതായത് നമുക്ക് ഇത്രയും ടൈം മറ്റേതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ക്ലീൻ ഒരു അത്യാവശ്യം 1:2 റിസ്ക് റിവാർഡിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു വിൻ റേറ്റ് ഒരു 50%, ഒരു 40% എബോവ് വിൻ റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10-15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ പിന്നെ മെയിൻലി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് അടുത്ത എനിക്ക് പറയാനുള്ളത്. ഫോറക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോറക്സിൽ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ 15%, 30%, 20% കൺസിസ്റ്റൻസി റൂളുണ്ട്.
ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഏത് അക്കൗണ്ട് ചലഞ്ച് പാസ്സായാലും അതിൽ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു MFFUവിൻ്റെ എക്സ്പ്രസ് അക്കൗണ്ടിൽ കൺസിസ്റ്റൻസി റൂൾ ഇല്ലെന്ന്. പിന്നെ ടോപ്പ് സ്റ്റെപ്പിൽ 50% എന്തോലും ഉണ്ട്. എനിക്ക് തോന്നുന്നു MFFUവിൽ എക്സ്പ്രസ് അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻസി റൂൾ ഇല്ലാത്ത, എൻ്റെ അറിവിൽ. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കും, എനിക്കറിയില്ല. എന്താണ് ഈ കൺസിസ്റ്റൻസി റൂൾ എന്ന് ഞാൻ പറയാം. സിമ്പിളാണ്, നിങ്ങൾ ഒന്നും കൊണ്ടും കൂടുതൽ വറിയിടാവണ്ട. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഒരു $1000 വിഡ്രോ ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ $1000 നിങ്ങളുടെ പ്രോഫിറ്റ്, ഓവറോൾ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. അല്ല, ഇങ്ങനെ പറയാം, ഒരു 50,000 ആയിരുന്നു നിങ്ങളുടെ ഇനിഷ്യൽ ബാലൻസ്, നിങ്ങൾ 51,000 ആക്കി. ഓക്കെ, ഈ 51,000 ആക്കിയത് നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേ എന്ന് പറയുന്ന, അല്ലെ ട്രേഡബിൾ ഡേ എന്ന് പറയുന്ന 5 ദിവസം നമ്മൾ ട്രേഡ് ചെയ്യണം. അപ്പോൾ മിനിമം നമുക്ക് ആ ഒരു 5 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ ഡേ പ്രോഫിറ്റ് $100 എബോവ് വരുമ്പോഴാണ് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ഡേ എന്ന് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോഫിറ്റബിൾ ഡേ എന്ന് പറയുന്നത് $100 എബോവ് വരുമ്പോഴാണ് 1 പ്രോഫിറ്റബിൾ ഡേ ആവുന്നത്. $100 എബോവ് വന്ന് നിർത്തണം, അല്ല $100 എത്ര അങ്ങോട്ട് പോയാലും മിനിമം $100 എബോവ് വന്നെങ്കിൽ മാത്രമേ 1 പ്രോഫിറ്റബിൾ ഡേ എന്ന് കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ 5 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ $250 എബോവ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. വിഡ്രോവലിന് റിക്വസ്റ്റ് ചെയ്യണമെങ്കിലുള്ള ക്രൈറ്റീരിയസ് ആണ് ഞാൻ പറയുന്നത്. അതേപോലെ വൺസ് നിങ്ങൾ ഈ ഒരു സംഭവം എല്ലാം മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്രോവലിന് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തില്ല. അതാണ് ഈ കൺസിസ്റ്റൻസി റൂൾ. അതായത് ഇപ്പം നിങ്ങൾക്ക് $1,000 ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ 30% അല്ലെ 40% എന്ന് പറയുന്നത് എത്രയാണ്? 400. ഓക്കെ, അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേ, ഈ പറയുന്ന പ്രിലോങ് ഏതെങ്കിലും ഒരു ഡേയിൽ 40% എബോവ് നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സേ ഫോർ ആൻ എക്സാമ്പിൾ നിങ്ങളൊരു $500 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ $1,000 വിഡ്രോ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് നമ്മുടെ പെർ ഡേ പ്രോഫിറ്റ് നമ്മുടെ ഓവറോൾ ക്യാപിറ്റലിൻ്റെ 40% എബോവ് പോകാൻ പാടില്ല. പറഞ്ഞ് മനസ്സിലായി? എത്രയേ ഉള്ളൂ. അതായത് എത്ര ആണോ ഓവറോൾ പ്രോഫിറ്റ് അതിൻ്റെ 40% ബിലോ ആയിരിക്കണം പെർ ഡേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്. ഇതാണ് കൺസിസ്റ്റൻസി റൂൾ. ഇത് 30% ഉണ്ട്, 40% ഉണ്ട്, 50% ഉണ്ട്, 20% ഉണ്ട്. അത് ഓരോ ഫണ്ട് അക്കൗണ്ട്സിൻ്റെ FAQ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കൺസിസ്റ്റൻസി റൂൾ എത്ര പെർസെൻറ്റേജ് ആണ്. എത്ര പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നു അത്രയും കൂടെ ക്ലീൻ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഏറ്റവും മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളത് 50% വരെയാണ്. ടോപ്പ് സ്റ്റെപ്പിൽ 50% ആണ്. ഈവൻ കമ്പൈൻ അക്കൗണ്ടിൽ അത് 50% കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. MFFUവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചലഞ്ച് ഫേസിൽ സ്റ്റാർട്ടർ അക്കൗണ്ടിൽ 0 കൺസിസ്റ്റൻസി റൂളാണ്. നമുക്ക് ചലഞ്ച് ഫേസിൽ ഇവാലുവേഷനിൽ അക്കൗണ്ടിലില്ല. വൺസ് യു പാസ് ദ ചലഞ്ച് അവിടെ 40% കൺസിസ്റ്റൻസി റൂൾ അപ്ലൈഡ് ആണ്. സോ എനിക്ക് ആദ്യത്തെ ഫണ്ടഡ് അക്കൗണ്ടിൽ എനിക്ക് എങ്കിൽ ഒരു പണി കിട്ടിയത് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ഞാൻ ഇത് അവെയർ അല്ലാതായിരുന്നു ചെയ്തത്. എനിക്ക് സത്യം പറയാം, ആ സമയത്ത് ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ട്, പക്ഷേ അറ്റ് ദ ടൈം ഓഫ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എത്ര ആയിരുന്നു 1,500 എന്തോ ആണ് വിഡ്രോ. പക്ഷേ എനിക്ക് 3,000 എബോവ് ഉണ്ടാക്കണം എനിക്ക് വിഡ്രോ എടുക്കണമെങ്കിൽ. ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഇരട്ടി ഞാൻ ഉണ്ടാക്കണം, എന്നാലാണ് വിഡ്രോ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. ലൈറ്റ് പറയുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറേ കൂടെയൊക്കെ ഡെസ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണ്. ഓക്കെ, സോ മെയിനായിട്ട് ഇത് മനസ്സിൽ വെക്കുക. നിങ്ങൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബട്ട് വിത്തിൻ ദ റൂൾസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ വൺസ് നിങ്ങൾ ചലഞ്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഈസ് നോ നീഡ് ടു പേ ദ ഫീ. എന്നോട് അതും ചോദിക്കാറുണ്ട് ആൾക്കാർ. ദർ ഈസ് നോ നീഡ് ടു പേ ദ ഫീ. നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തു. മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് അക്കൗണ്ട് ഡിആക്റ്റീവ് ലെവൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സത്യം. കാര്യം ഞാൻ 1 മന്ത് എബോവ് ഒന്നും ട്രേഡ് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ മാക്സിമം ട്രേഡ് ചെയ്യാതിരുന്നിട്ടുള്ളത് ഫ്യൂച്ചേഴ്സിൽ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെയാണ്. എന്നിട്ട് എനിക്ക് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അക്കൗണ്ടിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഐ മീൻ സിം അക്കൗണ്ടിൻ്റെ കാര്യം പറയുന്നത്, റിയൽ അക്കൗണ്ടിൻ്റെ കാര്യം. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് ലോ സ്പ്രെഡാണ്. ലോ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ലൈക്ക് ചെറിയൊരു സ്പ്രെഡിൻ്റെ ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രാക്ട് സൈസിൻ്റെ തൊട്ട് മേലെ കാണാൻ കഴിയും. ബട്ട് സ്റ്റിൽ ദാറ്റ് നെഗ്ലിജിബിൾ ആണ് കമ്പാരിറ്റീവ്ലി. ഞാൻ എപ്പോഴും ഫോറക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ഏതാണോ പ്രൈസ് ആ പ്രൈസ് ലെവലിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഫോറക്സിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു ധൈര്യമില്ല. ഞാൻ കുറച്ചൊന്ന് ഇപ്പം പ്രൈസ് ഞാൻ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയേക്കുന്ന പ്രൈസ് സെൽ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് ഞാൻ ഇറക്കി വെക്കും. ഐ എം അഫ്രൈഡ് ഓഫ് പ്രൈസ്. കാര്യം മേ ബി അതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതുകൂടെ എൻ്റെ മൈൻഡിലുണ്ടായിരിക്കും റിസ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഫ്യൂച്ചേഴ്സിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇത്രയും നാളെ എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടില്ല. ഞാൻ വെക്കുന്ന പ്രൈസ് ഏതാണോ ആ പ്രൈസ് തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ ആ ഒരു
സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാറുള്ളത്. എനിക്കത് വന്ന് എസ്സിൽ അടിച്ചിട്ട് പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. സോ ഒന്നാമത്തെ കാര്യം ഇത് CMEയുടെ ഡേറ്റയാണ്, നമ്മൾ ക്യാഷ് കൊടുത്ത് ബൈ ചെയ്യുന്ന ഡേറ്റയാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സെൻട്രലൈസ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻസ് ഇല്ല, കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് മാനിപ്പുലേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതൊന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇതുമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, സോ ഇല്ലെന്ന് തന്നെ മേ ബി പറയാം. പിന്നെ ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻ ഇല്ല എന്നുള്ളതാണ്. അൺടിൽ ഓരോ ഇപ്പം ടോപ്പ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ട്രേഡ് ചെയ്തിട്ടുള്ളത് MFFEO FXO ആണ്, ലൈവ് പാസ്സായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പറയുന്നത്. ടോപ്പ് സ്റ്റെപ്പ് ഞാൻ ചലഞ്ച് പാസ്സായിട്ടില്ല, ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അത് ഫെയിൽ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ടോട്ടൽ 5 ഫണ്ടഡ് അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളത്, 5 ഫണ്ടഡ് അക്കൗണ്ടാണ് ഞാൻ ഫ്യൂച്ചേഴ്സിൽ അതിനെ ബൈ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 3 എണ്ണം ഞാൻ പാസ്സായിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം ഞാൻ ഫെയിൽ ആവുകയാണ് ചെയ്തത്. ടോപ്പ് സ്റ്റെപ്പും FX ഞാൻ ടോപ്പ് സ്റ്റെപ്പ് ഞാൻ കൂട്ടുന്നില്ല, ടോപ്പ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാതെ ഫെയിൽ ആയതാണ്. അങ്ങനെയാണെങ്കിൽ 6 എണ്ണം എടുത്തിട്ടുണ്ടെന്ന് പറയാം. ടോപ്പ് സ്റ്റെപ്പ് ഞാൻ കൂട്ടുന്നില്ല. ഞാൻ 5 എണ്ണം എടുത്തതിൽ ഫെയിലായിട്ടുള്ളത് MFFEയിലും അതേപോലെ FXയിലുമാണ്. 2 എണ്ണം ഫെയിലായി, ബാക്കി 3 എണ്ണം പാസ്സായി. 2 MFFEയും 1 FXയുമാണ് ഞാൻ പാസ്സായത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് കമ്മീഷൻ ഇല്ല, സ്പ്ലിറ്റ് ഇല്ല. ലൈക്ക് നമുക്ക് 100% തന്നെ വിഡ്രോവൽ ഉണ്ട്, നമ്മുടെ പ്രോഫിറ്റിൻ്റെ 100% തന്നെ നമുക്ക് വിഡ്രോവൽ ഉണ്ട്. അവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു $10,000 വരെയാണ് നമുക്ക് അങ്ങനെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 90% സ്പ്ലിറ്റ് വരും. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു $10,000 വിഡ്രോവൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ലൈവിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വൺസ് നിങ്ങൾ ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് റെഡി ചെയ്യാം. കുറേയേറെ ബെനിഫിറ്റ്സ് അതിലുള്ളിലുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ എത്തുന്ന ആൾക്കാർ ഭയങ്കര ചുരുക്കം, അതുകൊണ്ട് അതിലേക്ക് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഗോളെന്ന് പറയുന്ന ഒരു 2 ലൈവ് അക്കൗണ്ട് മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്, അതിന് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫ്യൂച്ചേഴ്സാണ് കേട്ടോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നോട്ട് ഓൺലി ബിക്കോസ് ഞാൻ ഫോറക്സ് ചെയ്യേണ്ടതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കുറേയേറെ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഗുഡായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇനി കോൺട്രാക്ട് സൈസ്, ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യം ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആൾക്കാർ കോൺട്രാക്റ്റിനെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ സിമ്പിളാണിത് കോൺട്രാക്ട് സൈസ്. ഞാനും ഫസ്റ്റ് ടൈം ഫോറക്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പിപ്പ് കാൽക്കുലേഷൻ ആയിട്ട് ഞാൻ ഗോൾഡിൽ പോലും ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഈ പോയിന്റിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. പോയിന്റ് ഇങ്ങനെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ ഇത്ര ലോസ് ഇത്ര റിസ്ക് ചെയ്യണം എന്നുള്ള പരിപാടി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം തുടക്കത്തിൽ ഞാനിത് പഠിച്ച സമയത്ത് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. സീനാണെന്നല്ലോ, ആദ്യം കുറച്ച് ആളത് ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് ചെയ്യേണ്ടതെന്ന് തന്നെ വിചാരിച്ചു, ഫ്യൂച്ചേഴ്സ് ടഫായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ പതിയെ അത് മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, ഞാൻ പറയാം ഇതെങ്ങനെയാണ് ആക്ച്വലി ഞാനിവിടെ മാറ്റി എഴുതി ഇവിടെ നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് ESഉം NQ ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് മൈക്രോ കോൺട്രാക്റ്റും മിനി കോൺട്രാക്റ്റും ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നാസ്ഡാക്കിൻ്റെ ചാർട്ടിൽ നമുക്ക് മൈക്രോയും അതേപോലെ ഈ മിനി ചാർട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. മിനിയും മൈക്രോയും നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഞാൻ ഫ്യൂച്ചേഴ്സിൻ്റെ ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കാൻ ഞാൻ ആദ്യമേ ട്രേഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മിനിയിലായിരുന്നു. ഓക്കെ, പിന്നീട് ഞാൻ എന്ത് ചെയ്തു, മൈക്രോയിൽ കോൺട്രാക്ട് സൈസ് കൂട്ടിയിട്ടിട്ട് മിനി ചെയ്യുന്ന പോലെ ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ കൂടെയൊക്കെ കൺട്രോൾ ഉണ്ട് പ്രൈസിൽ. ഫോർ ആൻ എക്സാമ്പിൾ, ഇവിടെ ഇപ്പം 10 മൈക്രോ ചേരുന്നതാണ് ഒരു മിനി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ മിനിയുടെ ചാർട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ആ ഒരു മിനിയെ പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എനിക്ക് 10 മൈക്രോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. പറഞ്ഞു മനസ്സിലായി? അതാണ് ആ ഡിഫറൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രേഡ് ചെയ്യാം, അതിലൊന്നും ഇതില്ല. പിന്നെ നമുക്ക് കോൺട്രാക്ട് സൈസ് പറയുമ്പോൾ 3 കോൺട്രാക്റ്റ് ആണ് മിനിയിൽ നമുക്ക് മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു $50,000 അക്കൗണ്ടിൻ്റെ ഇത് വെച്ചാൽ ഞാൻ പറയുന്നത് മെയിൻലി കണ്ടിട്ടുള്ളത് 3 കോൺട്രാക്റ്റ് ആണ് നമുക്ക് മിനിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുക, 30 കോൺട്രാക്റ്റ് ആണ് മൈക്രോയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുക. അത് ഫ്യൂച്ചർ ഈ NQൻ്റെ കാര്യമാണ് ഞാൻ മെയിൻലി പറയുന്നത്. പിന്നെ ESൽ സെയിം ഏകദേശം. ഇതിനകത്ത് കാൽക്കുലേഷൻ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് മിനിയിലാണ് നമ്മളെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 4 ടിക്സ് എന്ന് പറയുന്നത് 4 ടിക്സ് എന്ന് പറയുന്നതാണ് 1 ഹാൻഡിൽ. ഈ ഹാൻഡിലും പോയിന്റ് ഒന്ന് തന്നെയാണ്, അതിൽ ഡൗട്ട് വരണ്ട. 4 ടിക്സ് = 1 ഹാൻഡിൽ = 1 പോയിന്റ്. ഓക്കെ, അങ്ങനെയാണ് മെയിൻ. അപ്പോൾ ഈ 1 പോയിന്റ് മൂവ് എന്ന് പറയുന്നത് ESലാണെങ്കിൽ നമുക്ക് $50 മിനിയിൽ വരുന്നത്.
മൈക്രോയിലാണ് എങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് $1.25 ആണ് ഇൻറ്റു 4, അതായത് 1.25 എന്ന് പറയുന്നത് പെർ ടിക്ക് മൂവാണ്. ഞാൻ ഈ പറയുന്നത് വേണം 1-2 തവണ നിങ്ങൾ റിപ്പീറ്റ് ആക്കി കേട്ടോ. 1.5 എന്ന് പറയുന്നത് മൈക്രോയിൽ പെർ ടിക്ക് മൂവാണ്. അപ്പോൾ 4 ടിക്കാണ് 1 ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം 1.25 × 4 = $5. സോ നിങ്ങൾക്ക് അവിടെ ഒരു പെർ പോയിന്റ് മൂവ് എന്ന് പറയുന്നത്, പെർ ഹാൻഡിൽ മൂവ് എന്ന് പറയുന്നത് എത്ര? $5 ആണ്. അതേസമയം ഞാൻ ഈ പറഞ്ഞ സെയിം സാധനം തന്നെ തിരിച്ച് മിനിയിലേക്ക് ഇടുവാണെങ്കിൽ 12.5 ആണ് നമുക്ക് പെർ ടിക്ക് വരുന്നത്. അപ്പം അപ്പം 1 ഹാൻഡിൽ എന്ന് പറയുമ്പോൾ $50 ആണ്. അപ്പോൾ 12.5 × 4 = $50. അതാണ് ESൻ്റെ മിനി മൈക്രോ കാൽക്കുലേഷൻ. ഇനി NQലേക്ക് വരുമ്പോൾ നമുക്ക് ഈ മൈക്രോ പറയുമ്പോൾ 0.5 ആണ്. 0.5 എന്ന് പറയുന്നത് പെർ ടിക്കാണ്. പെർ ടിക്ക് × 4 എന്ന് പറയുന്നത്, അതായത് മൈക്രോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ 1 ടിക്ക് മൂവ് = 0.5 ആണ്. 0.5 ഞാൻ പറഞ്ഞല്ലോ 4 ടിക്കാണ് 1 പോയിന്റ് അല്ലെങ്കിൽ 1 ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര? $2. 0.5 × 2, 0.5 × 4. ഓക്കെ. സോ നമുക്ക് ഇനി മിനിയിലേക്ക് വരുമ്പോൾ, മിനിയിൽ എന്ന് പറയുമ്പോൾ 5 × 4, അതായത് പെർ ടിക്ക് മൂവ് മിനിയിൽ നമുക്ക് $5 ആണ്. സോ 5 × 4 20. ഓക്കെ. സോ അതാണ് നമ്മുടെ കോൺട്രാക്ട് സൈസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 25 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് SL കിട്ടുന്നതെങ്കിൽ, മിനിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 മിനിയാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. സോ 1 പോയിന്റ് മൂവിൽ അവിടെ എത്ര? 20 ആണ്. അപ്പോൾ 20 ഇപ്പോൾ 25 പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ, 25 ഹാൻഡിൽസ് ആണ് വരുന്നതെങ്കിൽ 20 × 25 അതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എമൗണ്ട്. പിന്നെ ടാർഗറ്റ് എത്രയാണോ അങ്ങനെ വേണം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൈക്രോയിലേക്ക് വരുമ്പോൾ അത് കട്ട് ഓഫ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയും. മെയിൻലി നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. മൈക്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കൂടെ പ്രൈസിൽ കൺട്രോൾ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എത്ര മൈക്രോ വേണമെങ്കിലും ഇടാം. അപ്പോൾ 30 മൈക്രോ വരെയിട്ട് ട്രേഡ് ചെയ്യാം. 30 മൈക്രോ എന്ന് പറയുമ്പോൾ ഇപ്പം 3 മിനി കോൺട്രാക്റ്റാണ്. നിങ്ങൾക്ക് 3 മിനി കോൺട്രാക്റ്റ് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റുന്നത് 1, 2, 3 മിനി, ഇങ്ങനെ മാത്രമേ കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം നിങ്ങൾ 30 മൈക്രോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 മൈക്രോ എടുക്കാം, 2 മൈക്രോ എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കുറേ കൂടെയൊക്കെ കൺട്രോൾ ഉണ്ട് ആ പ്രൈസിൽ, അല്ലെ ആ ഒരു ട്രേഡിൽ. അതുകൊണ്ടാണ് ഞാൻ മൈക്രോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു. ഞാൻ ആദ്യമേ ട്രേഡ് ചെയ്യുന്നത്, ഞാൻ ആദ്യത്തെ 2 അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കുന്നതും മിനിയിൽ ട്രേഡ് ചെയ്തിട്ടാണ്. പിന്നീട് ഞാൻ മൈക്രോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു കാൽക്കുലേഷൻ ബേസ് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് അത് ഇത്ര മനസ്സിലാകാത്തൊരു, പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ കാൽക്കുലേഷൻസ് ഞാൻ ഈ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങളൊന്ന് എഴുതിയിട്ടിട്ട് 3-4 വട്ടം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ പരിപാടി എന്നുള്ളത്. സോ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ വിഡ്രോവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വിഡ്രോവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫോറക്സിൽ നമുക്ക് റൈസ് ത്രൂ വിഡ്രോവൽ ഉണ്ട്. ഇതിനകത്തും റൈസാണ്. ഞാൻ MFFൻ്റെ വിഡ്രോവൽ എടുത്ത സമയത്ത് ഞാൻ അന്ന് സ്റ്റോറി ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര ടൈം എടുക്കും എന്നൊക്കെ നോക്കിയിട്ട്. അതെനിക്കന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ പേ ഔട്ടിനെ പറ്റി ഇട്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെന്ന് തോന്നുന്നു ആകെ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര ആ ഒരു ടൈമാണ് എനിക്ക് എടുത്തത്. ഞാൻ രാവിലെ 10 മണിക്ക് റിക്വസ്റ്റ് കൊടുത്ത് വൈകിട്ട് 7 മണി ആയപ്പോഴത്തേനും എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നു. റൈസിലല്ല, എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ്. റൈസിൽ ഓൾറെഡി വന്നു. റൈസിൽ നിന്നൊരു 15 മിനിറ്റ് മതിയായിരുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് ആവാൻ. റൈസിലേക്ക് എത്തുന്ന ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് വിഡ്രോൾ എടുക്കുമ്പോൾ ആണ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ മെർച്ചൻറ്റ് സൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ഷടപടേ ഇൻവെസ്റ്റ് പോയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ വരും കമ്പാരിറ്റീവ്ലി. പിന്നെ ഞാൻ അന്ന് ചെയ്തതെന്ന് പറയുന്നത് വീക്കിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേ ആയിരുന്നു, തിങ്കളാഴ്ച ദിവസം വരുന്നു. അതുകൊണ്ടും കൂടാണ് അത്രയും ലാഗായത്. ഒരു മിഡ് വീക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക. ഇറ്റ്സ് അപ് ടു യു. അതായത് നിങ്ങൾക്ക് 1 മന്തേ ഉള്ളല്ലോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണല്ലോ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഒരിക്കലും ഫ്യൂച്ചേഴ്സ് എടുക്കാതിരിക്കരുത്. കാര്യം മേ ബി യു ആർ മിസ്സിങ് ഔട്ട് ദ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. സോ ഗീവ് എ ട്രൈ. ഇറ്റ്സ് നോട്ട് എ അഡ്വൈസ്. ഇനി അടുത്തത് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക്. അടുത്തത് ഫണ്ടഡ് അക്കൗണ്ട്സ്.
ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻലി ഉള്ളത് 3 ഫണ്ടഡ് അക്കൗണ്ട്സ്. ഇപ്പോൾ കുറേ ഉണ്ട്, ബട്ട് സ്റ്റിൽ മെയിൻലി ഞാൻ പറയുന്നത് എപ്പെക്സ്, ടോപ്പ് സ്റ്റെപ്പ് ആൻഡ് MFFU. ഇതിനകത്ത് ഏറ്റവും ഇപ്പം നമ്മൾ ഫോറക്സിലേക്ക് വരുമ്പോൾ മറ്റേ FXTM ഇല്ലേ, FXTM ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതേപോലെ ലോങ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള കുറേ നാളായിട്ട് മാർക്കറ്റിലുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ടാണ് ടോപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലീനാണ്, പേ ഔട്ട് റിജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പക്കയാണ്, നല്ല കസ്റ്റമർ കമ്മ്യൂണിക്കേഷനാണ്, എല്ലാം പക്കയാണ്. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആക്ടിവേഷൻ ഫീ ഉണ്ട്. ഇനിഷ്യലി വൺസ് വി പേ ദ $50, നിങ്ങൾക്ക് ചലഞ്ച് പാസ്സാകുന്ന വരെ നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്യണം. ഫ്രീ റീസെറ്റൊക്കെ ഉണ്ട്. ആദ്യത്തേൽ നമുക്ക് ഫ്രീ റീസെറ്റാണ് തരുന്നത് അവർ. അവിടെയും ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ചലഞ്ച് പാസ്സായെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു ആക്ടിവേഷൻ ഫീ ഉണ്ട്. വൺസ് നിങ്ങൾ ആക്ടിവേഷൻ ഫീ കൊടുത്ത് നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കമ്പൈൻ അക്കൗണ്ട് മാറി എക്സ്പ്രസ് അക്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ടോപ്പ് സ്റ്റെപ്പിലെ ചലഞ്ച് അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻ അക്കൗണ്ട്. ഓക്കെ, അപ്പം കമ്പൈൻ അക്കൗണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എക്സ്പ്രസ് അക്കൗണ്ടാണ്. എക്സ്പ്രസ്സിൽ നിന്ന് പിന്നെ ലൈവിലേക്ക് പോകും. ലൈവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈവിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എപ്പെക്സിലേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ബിഗിനർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. ലോട്ട് ഓഫ് റൂൾസാണ്, ഇഷ്ടം പോലെ റൂൾസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് 30% ആണ്. പിന്നെ മിനിമം ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് 8 days ആണ്. അതിനകത്ത് 5 days പ്രോഫിറ്റബിളും 3 days ട്രേഡബിൾ ഡേയ്സുമാണ്. പെർ ഡേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $100 ആണ് ടു കൺസിഡർ 1 day ആസ് പ്രോഫിറ്റ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിൽ. അതായത് അത് വേറൊരു ഫണ്ടഡ് അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടില്ല എപ്പെക്സിൽ. അതെന്ന് വെച്ചാൽ അത് നിങ്ങളും കാണാൻ ചാൻസ് കുറവാകുന്നതുകൊണ്ട് ഞാൻ പറയാം. അതായത് നിങ്ങളുടെ ഇനിഷ്യൽ ബാലൻസിൻ്റെ 30% അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പെർ ട്രേഡ് റിസ്ക് ചെയ്യുകയാണെങ്കിൽ യു ഗോണ ബ്രീച്ച് ദ അക്കൗണ്ട്. ഓക്കെ, അത് ചാലഞ്ച് പാസ്സായി കഴിഞ്ഞാൽ. ഓക്കെ, ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഡോണ്ട് തിങ്ക് നിങ്ങൾക്കിപ്പോൾ ഒരു $100 ഉള്ളെങ്കിൽ $30 പെർ ട്രേഡ് റിസ്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള അങ്ങനെയല്ല. അൺടിൽ 2500 വരെ 2500 പ്രോഫിറ്റ് ആവുന്ന വരെ നിങ്ങൾക്ക് $750 അബോവ് റിസ്ക് പെർ ട്രേഡ് വന്നു കഴിഞ്ഞാൽ യു ഗോണ ബ്രീച്ച് ദ അക്കൗണ്ട്. ഹാർഡ് ബ്രീച്ചാണ്, സോഫ്റ്റ് ബ്രീച്ച് അല്ല. അക്കൗണ്ട് ട്രേഡ് ക്ലോസ് ആവുമല്ലേ, അവിടെ ഹാർഡ് ബ്രീച്ചാണ്. ഓക്കെ, അപ്പം അതൊരു മെയിൻ ഒരു സംഭവമാണ്. വൃത്തിയായിട്ടൊരു സാധനമാണ് ആക്ച്വലി. പിന്നെ അത് ഞാൻ പറയാം, ഒരു 1.5% അല്ലെങ്കിൽ 1.5% ഒക്കെ റിസ്ക് എടുക്കണമെന്ന് തോന്നുന്ന ഒരാൾക്ക് അങ്ങനെ ട്രേഡ് എടുക്കാൻ കഴിയില്ല. ബട്ട് യു നീഡ് ടു ബിൽഡ് ദാറ്റ് ബഫർ. അങ്ങനെ ഒരു ബഫർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്, സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇഷ്യൂ വരുന്നത്, ഈ ഒരു റൂൾ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്കുള്ളതെന്ന് പറയുന്നത് ഈ എപ്പെക്സിൻ്റെ ഇവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എനിക്ക് അതിൻ്റെ പേരധികം ഓർമ്മയില്ല. ഫസ്റ്റ് നമുക്ക് ആദ്യമേ കിട്ടുന്നത് ഇവാലുവേഷൻ അക്കൗണ്ട്, ആ ഒരു അക്കൗണ്ടായിരിക്കും ചലഞ്ച് പാസ്സാക്കേണ്ടത്. വൺസ് ചലഞ്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതും സിമുലേറ്റഡ് ക്യാപിറ്റൽ തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രേഡവൈറ്റിൻ്റെ ക്രെഡൻഷ്യൽസ് കിട്ടി നിങ്ങൾ ട്രേഡിംഗ് വേയിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഒബ്വിയസ്ലി ചൂസ് ചെയ്യുന്നത് ഡെമോയാണ് അതിനകത്ത് ട്രേഡവൈറ്റിൽ. ബിക്കോസ് ഇറ്റ്സ് സിമുലേറ്റഡ് ക്യാപിറ്റൽ അൺടിൽ യു ഗെറ്റ് ദ ലൈവ് അക്കൗണ്ട്. സോ ലൈവ് അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കി നമുക്ക് സിമുലേറ്റഡ് ക്യാപിറ്റലാണ് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ വിഡ്രോലൊക്കെ ഉണ്ട്, അല്ലാതെ സിമുലേറ്റഡാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ല. സോ അതാണ് എപ്പെക്സിൽ പറയാനുള്ളത്. എപ്പെക്സിൽ 30% ആണ്, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കൺസിസ്റ്റൻസി റൂള്, അതേപോലെ തന്നെ നെഗറ്റീവ് പ്രോഫിറ്റ് അത് മൈൻഡിൽ മെയിനായിട്ട് വെച്ചോളാം. വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ഇനി അടുത്തതെന്ന് പറയാം MFFU ആണ്. MFFUവിൽ നമുക്ക് അത് ഡൈവേഴ്സ്ഡ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. സ്റ്റാർട്ടർ ഉണ്ട്, സ്റ്റാർട്ടർ പ്ലസ് ഉണ്ട്, എക്സ്പ്രസ് അക്കൗണ്ട് ഉണ്ട്, മൈൽ സ്റ്റോൺ, അങ്ങനെ എന്തൊക്കെയുണ്ട്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് സ്റ്റാർട്ടർ പ്ലസ് ആണ്, സ്റ്റാർട്ടറാണ്. അതിൽ 40% ആണ് കൺസിസ്റ്റൻസി റൂൾ ഉള്ളത്. 40% ആണ് കൺസിസ്റ്റൻസി റൂൾ ഉള്ളത്. അതിനകത്ത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. 40% കൺസിസ്റ്റൻസി റൂളിൽ ട്രേഡ് ചെയ്തും വിഡ്രോൾ എടുക്കാൻ വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ അത്രത്തോളം ക്ലീൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ എക്സ്പ്രസ് അക്കൗണ്ട്. ദർ ഈസ് നോ കൺസിസ്റ്റൻസി റൂൾ. അല്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ടർ പ്ലസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചലഞ്ച് ഫേസിൽ മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻസി റൂൾ.
വൺസ് യു പാസ് ചലഞ്ച് അവിടെ കൺസിസ്റ്റൻസി റൂളില്ല. അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരാൾ ഡയറക്റ്റ് ബിഗിനറായിട്ട് വന്ന് ഒരാൾ ഡയറക്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ ഞാൻ പറ്റില്ല എന്നല്ല, ഐ ഡോണ്ട് പേഴ്സണലി റെക്കമെൻഡ്. ബട്ട് അതൊരു വേ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അത് വേണ്ട എന്നുള്ളത്. ഒരു ഫോറക്സിൽ നിങ്ങളെ പ്രൈസ് ഡെലിവറി ചെയ്യാം, മണിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറേയുടെ ബെറ്റർ. പിന്നെ ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ. എനിക്കറിയാം ഡയറക്റ്റ് ഫോറക്സ് ഫ്യൂച്ചേഴ്സിലേക്ക് വന്ന ആൾക്കാരെ എനിക്കറിയാം, ആൻഡ് ദേ ആർ ഡൂയിങ് വെരി ഗുഡ് ആക്ച്വലി. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എവരിതിങ് ഈസ് ഫൈൻ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേരിയൻറ്റ് ദാറ്റ് യു ആർ ചൂസിങ്. സ്റ്റാർട്ടർ പ്ലസിൽ ഇറ്റ് ഹാസ് 50% കൺസിസ്റ്റൻസി റൂൾ. ഇഫ് യു ഗോ ടു മൈൽ സ്റ്റോൺ, ഏറ്റവും കോമഡി എന്ന് പറയുന്നത് 20% ആണ് അവിടെ കൺസിസ്റ്റൻസി റൂൾ. 20% കൺസിസ്റ്റൻസി റൂൾ. സോ നിങ്ങൾക്ക് $1,000 വിട്ടുകയാണെങ്കിൽ ഇഫ് എനി ഡേ നിങ്ങൾ $200 അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $1,000 വിട്ടുകയും കഴിയില്ല. പിന്നെ ബഫർ ബിൽഡ് ചെയ്യണം. ബഫറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിഡ്രോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ത്രഷോൾഡ് ട്രെയിൽ ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പെക്സിലേക്ക് വരുമ്പോൾ അവിടെ ഇക്വിറ്റി ഈ ഡെയിലി ഡ്രോ ഡൗൺ അല്ല, EOD അല്ല അതിനകത്തുള്ളത്. അത് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡ്രോ ഡൗൺ ഇക്വിറ്റി നമ്മുടെ ഡ്രോ ഡൗൺ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൂട്ടത്തിൽ. അതായത് നമ്മൾ പ്രോഫിറ്റ് വിടാന്ന് വിചാരിച്ചോ, നമ്മൾ പ്രോഫിറ്റ് ഇവിടേക്ക് പോയി, നമ്മുടെ ഡ്രോ ഡൗൺ ഇവിടെ കിടക്കുക. പ്രോഫിറ്റ് ഇവിടേക്ക് പോകുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ സാധനം മേലേക്ക് പോകും. നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യും. പറഞ്ഞ മനസ്സിലായി. MFFയിലൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടെയാണ്, ഇവിടെ എത്തി നമുക്ക് ഇവിടെ വരെ വരാം ആ ഡേ തന്നെ, എന്നിട്ട് അവിടെ നിർത്താം. അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് ആ ഒരു ലെവലിൽ കുറച്ച് മുമ്പോട്ട് വരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അറിയാം. നിങ്ങൾ പോയിട്ട് റീഡ് ചെയ്യുക. ഫേക്ക് ഡ്രോ ഡൗണിനെ പറ്റി പറയുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് വീഡിയോ. സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ ഉണ്ട്, ഇക്വിറ്റി ഡ്രോ, എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗൺ, അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറയേണ്ടതുണ്ട്. പിന്നെ ഈ കാൽക്കുലേഷൻസ് മനസ്സിലാക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഐ മീൻ ചെയ്തു നോക്കുക, എക്സ്പെരിമെൻറ്റ് ബൈ യുവർ സെൽഫ്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ മാജിക് തിങ്. അല്ലേ, ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അടിപൊളിയാവുന്നില്ല ഞാൻ പറയുന്നത്. ബട്ട് യു വിൽ സീ ദ ഡിഫറൻസ് ഒബ്വിയസ്ലി മാൻ, ലൈക്ക് ദ ഹ്യൂജ് ഡിഫറൻസ്. സോ ഐ ഹോപ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന്. ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ പിന്നെ കാണാം. ബൈ.